നമസ്കാരം. പൂരം നാളുകാരുടെ സാമാന്യമായ അവസ്ഥകളും പ്രത്യേകതകളും ഗുണദോഷ സ്ഥിതികളും നമ്മൾ ചിന്തിക്കുകയാണ്. പൂരം നക്ഷത്രത്തിൻ്റെ അധിപഗ്രഹമെന്ന് പറയുന്നത് ശുക്രനാണ്. പൂരം നാളുകാരെല്ലാം ജനിക്കുന്നത് ശുക്രദശയിലാണ്. തുടർന്ന് ആദിത്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹു, വ്യാഴം ഇങ്ങനെ കടന്നു വരുന്നു. ഒരു പൂരം നാളുകാരൻ്റെ കാര്യം നമ്മൾ പരിഗണിക്കുമ്പോൾ നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോഴാണ് ജനിച്ചത് എന്നുള്ളതിനെ ആശ്രയിച്ച് ജനനശിഷ്ടം ശുക്രദശ എത്ര കാലം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അവിടുന്ന് അങ്ങോട്ട് ആദിത്യാദി മറ്റ് ദശാകാലങ്ങളുടെ ക്രമവും നമുക്ക് അറിയാനാകും. അപ്പോൾ ഈ ആദിത്യദശ വരുന്നതും ആദിത്യദശ കഴിഞ്ഞ് ചന്ദ്രനും കഴിഞ്ഞ് ചൊവ്വാദശ വരുന്നതും ഒന്നും അത്ര ഗുണകരമല്ല. ചൊവ്വായ്ക്ക് ശേഷം വരുന്ന രാഹുവും ദോഷകരമാണ്. ആദിത്യദശയിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാകാം. പൊതുവെ ആകെ ഒരു സ്വസ്ഥതക്കുറവ് വരാം. പഠനകാര്യങ്ങളിലും ഒരു മന്ദഗതി, ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പുരോഗതി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാം. പിന്നീട് വരുന്ന ചന്ദ്രദശ പൊതുവെ നല്ലതാണ്. തുടർന്ന് വരുന്ന ചൊവ്വാദശയിലും മനസ്സിന് സ്വസ്ഥതക്കുറവ്, പലതരത്തിലുള്ള ക്ലേശങ്ങൾ, വീഴ്ചകളോ പരുക്കുകളോ അനുഭവപ്പെടുക, ഇങ്ങനെ പല പ്രതികൂല സാഹചര്യങ്ങളും വരാം. ചന്ദ്രദശയിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടായതിന് ശേഷമായിരിക്കും ഇതെല്ലാം വരിക. അപ്പോൾ നിങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥതകളോ തൊഴിൽപരമായ വിഷമങ്ങളോ ധനനഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, ഇങ്ങനെയുള്ള പ്രത്യേക അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ഗ്രഹനില പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് അതിനനുസരിച്ച് വേണം പ്രതിവിധി ചെയ്യേണ്ടത്. പൊതുവെ നിങ്ങൾ മഹാത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം വെൺപത്മരാഗം എന്ന കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നതാണ്. നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ, ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും നെയ്വിളക്ക്, വെളുത്ത പുഷ്പങ്ങളെ കൊണ്ടുള്ള മാല, പായസം, പുഷ്പാഞ്ജലി ഇവയൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. സ്വന്തം കുടുംബത്തിൽ വലിയ ഭഗവതി സേവ ചെയ്താൽ വളരെ ഉത്തമം.